അപ്പോഴും ആർക്കും അറിയില്ല ഈ യുവനടി ഏതൊക്കെ സിനിമയിലുണ്ട്, ഏത് ഏത് രീതിയിലാണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വി ഡി സതീശനാണ് ജനഹൃദയങ്ങളിൽ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശനെ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ വാദങ്ങളൊക്കെ ശരിയാണ്. മീൻസ് അതിനോടൊക്കെ യോജിക്കുന്നു. വി ഡി അല്ലാണ്ട് വേറെ ആരാണ് ഇതുപോലെ ഇത്രയും കപ്പാസിറ്റിയോട് കൂടി ധൈര്യത്തോടു കൂടി യു ഡി എഫ് 102 സീറ്റുകളുമായിട്ട് ജയിക്കും എന്ന് പറയാനായിട്ട് വേറൊരാൾ ആ ഒരു വാദത്തോട് യോജിക്കുന്നു. പക്ഷെ റിനി ആൻ ജോർജ് ഇങ്ങനെ ഒരു ആശംസ പറയുമ്പോഴാണ് അതിൻ്റെ ഒരു വേറൊരു വശം കാണുന്നത്. രാഹുൽ മാങ്കൂട്ടം എന്നൊരു രാഷ്ട്രീയ നേതാവിനെ തകർത്ത് തരിപ്പണമാക്കി പുറത്ത് നിർത്തിയേക്കുന്ന ഈ റിനി ആൻ ജോർജിനെ ഇഷ്ടമല്ലാത്ത ആളുകൾ എത്ര ആളുകളുണ്ട്? ഇഷ്ടമല്ലാത്ത ആളുകളൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണം. എത്ര ആളുകൾ ഇവരെ വെറുക്കുന്നുണ്ടെന്ന് അറിയാനാണ്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിലും ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം വി ഡി സതീശന് ഈ പറഞ്ഞിട്ടുള്ള UDF 102 സീറ്റുമായി അധികാരത്തിൽ വന്ന് വമ്പിച്ച വിജയം കരസ്ഥമാക്കിയപ്പോഴത്തേക്ക് വി ഡി സതീശന് ഒരു ആശംസകളുമായിട്ട് റിനി വന്നിട്ടുണ്ട്. ആ ആശംസകൾ കണ്ടപ്പോഴേ ഞാൻ മനസ്സിൽ കരുതിയിരുന്നതാണ്, ഓഹോ വി ഡി സതീശന് കണ്ടകശനി തുടങ്ങിയെന്ന്. ഇപ്പോഴും പറയുവാണ് വി ഡി സതീശൻ, നിങ്ങൾ ഇതുപോലുള്ള സാധനങ്ങളെ നിങ്ങൾ അടുപ്പിക്കില്ലേ, 7 അയലത്ത് അടുപ്പിക്കില്ല. കാരണം എന്തെന്നറിയോ, കണ്ടകശനി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കിയേ, UDF അധികാരത്തിൽ 102 സീറ്റുമായിട്ട് വന്ന് കഴിഞ്ഞ 5 വർഷം UDF വേണ്ടിയിട്ട് പാടപൊരുതി മുഖ്യമന്ത്രി കസേരയിൽ കയറി ഇരിക്കാൻ പോയ വീടിക്ക് തുടങ്ങി കണ്ടകശനി. എന്നാലോചിച്ച് നോക്കിയേ, ഇവരെ ആർക്കൊക്കെ അഭിനന്ദനങ്ങൾ ഇടുന്നു അവരെയൊക്കെ കാര്യം കട്ട പുകയാണ്. നിങ്ങളൊന്ന് പ്രീവിയസ് എടുത്ത് നോക്കിയേ. ഷാഫിയെ കൊടുക്കാൻ നോക്കി, പക്ഷേ ഷാഫി വീണില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് എടുത്ത് നോക്കിയേ, നിരന്തരം രാഹുൽ മാങ്കൂട്ടത്തിന് ബർത്ത്ഡേ ചപ്പ് ചവറ് ഇതെല്ലാം ഇട്ടുകൊണ്ടിരുന്നിട്ട് അവസാനം കണ്ടില്ലേ രാഹുലിൻ്റെ അടുത്ത് കാണിച്ച അങ്ങേയറ്റത്തെ തെമ്മാടിത്തരം എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് കുറച്ചൊക്കെ അന്തസ്സുണ്ട്, ഒരു പരാതി കൊടുക്ക്, ഒരു പരാതി കൊടുക്ക്. എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല? ചുമ്മാ ഒരു ആരോപണം കൊണ്ടിട്ടിട്ട് പരാതി കൊടുക്കുവോ? പരാതി കൊടുക്കുന്നില്ല. ആ വ്യക്തിയുടെ പേര് പറയുമോ? പേര് പറയുന്നില്ല. ഇതൊന്നും ചെയ്യാതെ ഒരു ആരോപണത്തിൻ്റെ പേരിൽ വന്നിട്ട് എന്തായാലും അതുകൊണ്ടിട്ട് 10 പേരറിഞ്ഞ് രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയുണ്ട്, അങ്ങനെയെങ്കിലും ഒരു ഗുണമുണ്ടായി. നടിയാണെന്നെങ്കിലും അറിഞ്ഞ്. എന്തായാലും നടി, ഞാൻ ഇവരെ സിനിമയും കണ്ടിട്ടില്ല, ഇവരെ ഒരു മണ്ണാങ്കട്ടയും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ ഒരു യുവതിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് റിനിയെ പറ്റിയിട്ട്. അപ്പോൾ എന്തായാലും ഈ പെൺകുട്ടി പറയുന്ന പക്ക കറക്റ്റ് കാര്യമാണ്, നിങ്ങളൊന്ന് കണ്ടു നോക്കി. അതിനുശേഷം ഞാൻ വി ഡി സതീശനിട്ട അഭിനന്ദനങ്ങൾ ഞാനൊന്ന് വായിച്ചു തരാം. അത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചാണ് വി ഡി സതീശൻ്റെ കാര്യം കട്ടപ്പുക, CM എന്നുള്ളൊരു കസേര ഇനി നോക്കേ വേണ്ട. കാരണം ഇവർ ആർക്കൊക്കെ അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ടോ അവരെയൊക്കെ കാര്യം കട്ടപ്പുകയായിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വി ഡി സതീശനോടാണ് പറയാനുള്ളത്, ഇതുപോലുള്ള സാധനങ്ങളെ 7 അയലത്തടുപ്പിക്കൽ. കാരണം നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ആലോചിക്കുക, ഈ കഴിഞ്ഞ 5 വർഷം പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തിട്ട് ആ മനുഷ്യനൊന്ന് മന്ത്രി കസേരയിൽ, മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മണ്ണും ചാരി എന്നവൻ പെണ്ണും കൊണ്ടുപോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ KC വീഡിയോ ഇറക്കി ഈ പറഞ്ഞിട്ടുള്ള വോട്ട് പിടിച്ച് UDF 102 സീറ്റ് നേടിക്കൊടുത്തതിന് ശേഷം ഈ പറഞ്ഞിട്ടുള്ള KC കാണിക്കുന്ന തെണ്ടിത്തരം കണ്ടില്ലേ? കൈ നനയാതെ മീൻ പിടിക്കുന്ന പരിപാടിയിൽ ഈ KC കാണിക്കുന്നത്. ഇച്ചിരെങ്കിലും നാണമാനം ഉളുപ്പുണ്ടെങ്കിൽ ജനവിധി തേടിയിട്ട് വന്നിരി കസേരയിൽ, ജനങ്ങൾ അംഗീകരിക്കാം. എന്താണ് KC, നിങ്ങളൊക്കെ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളുകളല്ലേ, നിങ്ങൾക്കൊക്കെ വിവരമുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയത്തിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ രമേശ് ചെന്നിത്തലയുടെ കാര്യം ഞാൻ കൂട്ടുന്നില്ല, പുള്ളി കസേരയ്ക്ക് വേണ്ടിയിട്ട് മാത്രം നിൽക്കുന്ന മറ്റേ കുറുക്കൻ്റെ സ്വഭാവമാണ് ഈ പറഞ്ഞിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്ക്. പക്ഷേ ഈ KC അതുപോലല്ല. KCയോടൊക്കെ ജനങ്ങൾക്കൊരു ബഹുമാനം ഉണ്ടായിരുന്നു, ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 2-4 ദിവസം കൊണ്ട് പോയില്ലേ, ജനങ്ങൾ വെറുത്ത് പണ്ടാരം അടക്കിയില്ലേ, ഇനിയെങ്കിലും മതിയായില്ലേ? നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, നായ്ക്ക് 40 ചാനലുകളിൽ ചെന്നിരുന്നിട്ട് എനിക്ക് കച്ചേരി വേണ്ട, എനിക്ക് പാർട്ടിയാണ് വലുത് എന്നൊക്കെ നിങ്ങൾ തന്നെയല്ലേ ഇങ്ങനെ മെഴുകി തള്ളിവിട്ടത്. എന്നിട്ട് നിങ്ങളിപ്പം കസേരയ്ക്ക് വേണ്ടിയിട്ട് കടിപിടി കൂടുന്നല്ലേ? 25 മിനിറ്റ് വി ഡി സതീശൻ നിങ്ങളെ ഇരുത്തി തൊലി ഉരിച്ച് വിട്ടില്ലേ ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ. ഞെട്ടിക്കുന്ന കഥകളൊക്കെ ഉണ്ട്, ഇതൊന്നും ആർക്കും അറിയത്തില്ലെന്ന് വിചാരിക്കേണ്ട. 25 മിനിറ്റ് നിങ്ങളെ തൊലി ഉരിച്ച് വിട്ടതിൻ്റെ ആ ഒരു അണ്ണാൻ ചെപ്പിയ മോന്തയായിട്ട് നിങ്ങൾ അവിടുന്ന് ഹൈക്കമാൻഡിൻ്റെ വസതി മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നെല്ലാം ജനങ്ങൾ കണ്ടതാണ്. ആ ഫേസിൽ തന്നെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഇനിയെങ്കിലും നിങ്ങൾ വിട്ടുകൊടുക്ക്. അയാൾ കഴിഞ്ഞ 5 വർഷം കിടന്ന് പണിയെടുത്തിട്ടാണ് അയാൾ
ഈ പറഞ്ഞിട്ടുള്ള കസേരയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ മോഹിക്കുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. പണിയെടുക്കാതെ കൂലി മേടിക്കുന്ന പരിപാടി, അത് സത്യം പറഞ്ഞാൽ അങ്ങേയറ്റത്തെ തെണ്ടിത്തരം തന്നെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ എന്തായാലും റിനി വി.ഡി. സതീശനോട് പറയാനുള്ളത്, നിങ്ങൾ CM ആയി കഴിഞ്ഞാലും ഈ റിനി എന്ന് പറഞ്ഞ സ്ഥാനത്തിന് 7 അയലത്ത് അടുപ്പിച്ച് കഴിഞ്ഞാൽ പോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാനിവിടെ ഒരു ലേഡിയുടെ ഒരു റിനിയെ പറ്റിയിട്ട് പറയുന്നൊരു കാര്യം വെച്ച് തരാം. കറക്റ്റ് കാര്യമാണ്, നിങ്ങളൊന്ന് കേട്ടു നോക്കേ. സിനിമാ നടി റിനി ആൻഡ് ജോർജ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ രംഗത്ത് വന്ന CPM-ന്റെ പല വേദികളിലും പങ്കിട്ട റിനി ആൻഡ് ജോർജ് ഇപ്പം വി.ഡി. സതീശന് സപ്പോർട്ടുമായിട്ടുള്ള FB പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ എങ്ങോട്ടാണ് റിനി ജോർജിൻ്റെ ഈ പോക്ക്? റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന പേര് കുറച്ച് നാളായിട്ട് കേൾക്കാത്തതുകൊണ്ടൊരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. അവർ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും അവരുടെ ഒരു ഞാനിവിടെ ഉണ്ട്, ഇപ്പോൾ പറഞ്ഞതുപോലെ ആദ്യം ഫവാസ് പറഞ്ഞ പോലെ സിനിമാ നടി എന്ന് പറഞ്ഞു, യുവനടി എന്നാണ് അവരെ നമ്മൾ എല്ലാത്തിലും നമ്മൾ പറയാറുള്ളത്. പക്ഷെ അവർ അഭിനയിച്ച സിനിമ ഏതാന്നുള്ളതോ അവർ ഏതൊക്കെ സിനിമകളിൽ കണ്ടിട്ടുണ്ട്? നടി എന്നുള്ളൊരു ലേബലിൽ ഇതിനു മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത് ഉന്നയിക്കുന്നതിന് മുൻപ് ഫവാസ് കേട്ടിട്ടുണ്ടോ ശരിക്കും? സിനിമാ നടി ആണ് എന്നുള്ളത് അറിയാം, പക്ഷെ ഏത് സിനിമയിലാണെന്ന് അറിയില്ല. നമുക്ക് യുവനടി എന്നുള്ളൊരു ലേബലിൽ അവരെ എവിടെയും ഞാൻ കണ്ടിട്ടുമില്ല. അവരെ പറ്റിയിട്ട് അറിഞ്ഞു തുടങ്ങിയത്, അല്ലെങ്കിൽ ഈ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന പേര് ഇത്രയും ചർച്ചകളിൽ വന്നു തുടങ്ങിയത് ഈ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ ആരോപണങ്ങൾ. പക്ഷെ ആരോപണങ്ങൾ പോലും രസകരമാണ്. ആരോപണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഇവർക്ക് മാത്രം പരാതി ഉണ്ടായിരുന്നില്ല. ആദ്യം ഇത് തുടങ്ങി വെച്ചത് റിനിയായിരുന്നു, പക്ഷെ റിനിക്ക് പരാതിയും ഉണ്ടായിരുന്നില്ല. ഒഫീഷ്യലി ഒരു പരാതി കൊടുക്കാൻ റിനി ആൻഡ് ജോർജ് ഇതുവരെ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയുള്ള റിനി ആൻഡ് ജോർജ് ഇപ്പോൾ കുറച്ച് നാൾ ഇടയ്ക്കൊന്ന് സൈലൻ്റ് ആയിട്ട് ആളിരിക്കും. ആദ്യം എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബർത്ത്ഡേ വിഷസ് ഒക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഒപ്പമുള്ള ഫോട്ടോസൊക്കെ വെച്ചിട്ട് തുടങ്ങിയ ആള് രാഹുലിൻ്റെ പതനം കണ്ടു കഴിഞ്ഞു എന്നുള്ള രീതി വന്നപ്പോൾ, ആ നിലയിൽ വന്നപ്പോൾ ആള് തിരുപ്പി വന്നച്ച്. അത് കഴിഞ്ഞിട്ടിപ്പോൾ അതിനിടയിൽ ഷാഫി പറമ്പിലിനൊരു ബർത്ത്ഡേ വിഷസ് പറഞ്ഞിട്ട് ആളൊന്നുകൂടി ഞാനിവിടെ ഉണ്ടെന്ന് അറിയിച്ചിരുന്നു. പ്രശ്നങ്ങളൊക്കെ ഒന്ന് അടങ്ങിയിരുന്ന സമയത്ത് ഷാഫി പറമ്പലിന് ഹാപ്പി ബർത്ത്ഡേ ഷാഫിക്ക എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ചെയ്തു. ആ ദിവസങ്ങളിൽ ഒരാഴ്ച 1.5 ആഴ്ച അവരുടെ ചർച്ചകൾ വീണ്ടും അങ്ങനെ പൊങ്ങി വന്നു. റിനി വീണ്ടും ഒന്ന് ലൈം ലൈറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ യുവനടി എന്നുള്ള ലേബലിൽ അവരെ പറ്റി ചർച്ച വന്നു. അപ്പോഴും ആർക്കും അറിയില്ല ഈ യുവനടി ഏതൊക്കെ സിനിമയിലുണ്ട്, ഏത് രീതിയിലാണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വി.ഡി. സതീശനാണ് ജനഹൃദയങ്ങളിൽ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് വി.ഡി. സതീശനെ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ വാദങ്ങളൊക്കെ ശരിയാണ്, മീൻസ് അതിനോടൊക്കെ യോജിക്കുന്നു. വി.ഡി. അല്ലാണ്ട് വേറെ ആരാണ് ഇതുപോലെ ഇത്രയും കപ്പാസിറ്റിയോടുകൂടി ധൈര്യത്തോടു കൂടി UDF 102 സീറ്റുകളുമായിട്ട് ജയിക്കും എന്ന് പറയാനായിട്ട് വേറൊരാൾ ആ ഒരു വാദത്തോട് യോജിക്കുന്നു. പക്ഷേ റിനി ആൻഡ് ജോർജ് ഇങ്ങനെ ഒരു ആശംസ പറയുമ്പോഴാണ് അതിൻ്റെ ഒരു വേറൊരു വശം കാണുന്നത്. എന്നുവെച്ചാൽ റിനി ആർക്കൊക്കെ ആശംസ പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ നമുക്ക് പിണറായി വിജയൻ ചിലർക്ക് ആശംസ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കാര്യം തീർപ്പായിടാന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് റിനി പറയുമ്പോൾ പേടിയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എന്നാലും റിനി ആൻഡ് ജോർജ് ഇപ്പോൾ ആ പുള്ളിക്കാരി അവിടെ ഉണ്ട് ലൈവായിട്ട്. ഞാൻ ഇപ്പോഴും ഇവിടെ കാര്യമല്ലേ, ആ ആശംസ പറഞ്ഞതിൽ എന്തൊക്കെയോ സംഭവമുണ്ട്. ആശംസ പറഞ്ഞിട്ടുള്ളവരൊക്കെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വി.ഡി. സതീശനോട്, കണ്ടില്ലേ UDF UDF-ന് അധികാരത്തിൽ വന്ന് തൊട്ട് പിറകെ ഒരു പോസ്റ്റ് ഇടുന്നു, തൊട്ട് പിറകെയാണ് ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ മുതലിനെ അടുപ്പിച്ച് കഴിഞ്ഞാൽ വി.ഡി. സതീശൻ നിങ്ങളെ ചോര ഊറ്റി കുടിച്ചിട്ടേ ഈ മുതൽ പോകത്തുള്ളൂ. അത് വേറെ കാര്യം. കാരണം ഇതിനെയൊന്നും വിശ്വസിക്കാനേ കൊള്ളത്തില്ല. അത് മനസ്സിലാക്കുക. കൂടെ നിന്നിട്ട് കുതുകാല് വെട്ടുന്ന പരിപാടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇമ്മാതിരി സാധനങ്ങളെ നിങ്ങളിന്ന് അടുപ്പിക്കില്ല കേട്ടോ. അപ്പം ഇവിടെ റിനി ഇട്ടേക്കുന്ന പോസ്റ്റ് ഞാൻ വായിക്കാം. വി.ഡി. സതീശൻ്റെ ഫോട്ടോയും വെച്ചിട്ട് റിനി ഇട്ടേക്കുന്ന പോസ്റ്റ്: 100 സീറ്റുകൾക്ക് മുകളിൽ നേടും, 5 ജില്ലകൾ തൂത്തുവാരും, ഡസൻ കണക്കിന് മന്ത്രിമാർ തോൽക്കും, പറഞ്ഞ ഓരോ വാക്കും കൃത്യം, കേരളം കണ്ട ഏറ്റവും മികച്ച രാഷ്ട്രീയ ചാണക്യൻ, സാക്ഷാൽ K. കരുണാകരൻ ഭാവിയുടെ വാഗ്ദാനം എന്ന് വാഴ്ത്തിയ വി.ഡി. സതീശൻ മറ്റാരുണ്ട് VDS അല്ലാതെ? അത് ഞങ്ങൾക്കറിയാം, ജനങ്ങൾക്കറിയാം. നിങ്ങളിവിടെ വന്നിട്ട് ഇങ്ങനെ കടന്നിട്ട് പ്രസ്താവിക്കേണ്ട കാര്യമില്ല. കുറച്ചെങ്കിലും നാണവും മാനവും ഉളുപ്പുണ്ടെങ്കിൽ, ഈ പ്രസ്ഥാനത്തിനോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, ആ നല്ലൊരു രാഷ്ട്രീയ നേതാവിനെ നിങ്ങൾ ഇമ്മാരി വേല കാണിച്ചിട്ട് ഇപ്പം കണ്ടില്ലേ, സീറ്റ് മത്സരിപ്പിക്കാൻ സീറ്റും കിട്ടിയില്ല, പുള്ളി ഇപ്പോഴും പുറത്താണ്. കുറച്ചെങ്കിലും ഉളുപ്പുണ്ടായിരുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു. UDF-നോട്, ഈ ഒരു പ്രസ്ഥാനത്തിനോട് കുറച്ചെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യത്തില്ല. ചെയ്തായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ആ വ്യക്തിയുടെ കയ്യിൽ നിന്നൊരു മോശം അനുഭവം നേരിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് പരാതി കൊടുത്തേനെ. അത് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. ആ വ്യക്തിയുടെ പേര് പോലും നിങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പം
ആ വ്യക്തി നിരപരാധിയാണ്, നിങ്ങൾ മനഃപൂർവ്വം കുടുക്കിയതാണ് എന്ന് അതിൽ തന്നെ ഉണ്ട്. ഈ കേരളത്തിലെ കുറേ ആളുകളെ ഉള്ളൂ കളിമണ്ണ്, എനിക്ക് തോന്നുന്നൊരു 100-ൽ 1% ആളുകളെ ഉള്ളൂ കളിമണ്ണ് വാരി തിന്നുന്നത്, കളിമണ്ണ് കൊണ്ട് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്നത്. ബാക്കി 99% ആളുകളും നല്ല നെല്ലുകുത്ത് അരിയുടെ ചോറ്, റൈസാണ് വാരി തിന്നുന്നത്. അതാദ്യം മനസ്സിലാക്കുക. അവരുടെ അടുത്തൊന്നും ഈ വക പരിപാടിയൊന്നും ഏക്കത്തില്ല. അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി UDF 102 സീറ്റുമായി വമ്പിച്ച് അധികാരത്തിൽ വിജയത്തിൽ വന്നതിന് ശേഷം റിനി ആൻ ജോർജ് ഒരു പോസ്റ്റും ഇട്ട്. അതോടുകൂടി VD സതീശൻ്റെ കണ്ടകശനി. പുള്ളി മന്ത്രി കസേര ഒരുപാട് ഇരുന്നൊരു വ്യക്തിയാണ്. അതുപോലെ VD സതീശൻ മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞ് ജനവികാരം നമ്മൾ കണ്ടതാണ്. ഒരുപാട് ജനങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. ഇനി VD സതീശൻ അല്ലാതെ KC വന്നു കഴിഞ്ഞാൽ അതാരും അക്സെപ്റ്റ് ചെയ്യത്തില്ലടോ. VD എന്നൊരു ലേബല് മനസ്സിൽ എല്ലാവരും ആക്കിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ CM, അത് അവിടെ തന്നെ കിടക്കും. ഇനി KC വന്നാലോ, ഇനി RC വന്നാലോ, ഇനി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നാൽ തന്നെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പം റിനി ആൻ ജോർജ് അടുത്തൊരു പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ കാണുമ്പോൾ ഒരു വിഷമം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അർഹതപ്പെട്ട പലതും നഷ്ടപ്പെട്ടതിൻ്റെ വേദന ആ മുഖത്ത് എപ്പോഴും നിഴലിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹവുമായി വളരെ അടുപ്പമുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, മന്ത്രിസ്ഥാനം അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ടപ്പോൾ വിതുമ്പിപ്പോയ ഒരു സതീശനെക്കുറിച്ച്. അങ്ങനെ എത്ര നെടുവീർപ്പുകൾ ഉതിർന്നിട്ടുണ്ടാകാം. എത്രയോ അവസരങ്ങൾ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു. അങ്ങനെ അർഹതപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും ആസൂത്രിതമായി മാറ്റി നിർത്തപ്പെട്ട് തൻ്റെ കഴിവുകൾ ജനങ്ങൾക്കായി പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പോയ എത്രയെത്ര വനവാസങ്ങൾ. എന്നാൽ ഇന്ന് ജനലക്ഷങ്ങൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അത് നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട, അതറിയാൻ ജനങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ അസാധാരണമായ നേതൃപാടവത്തെ അറിഞ്ഞു കഴിഞ്ഞു. ഉറച്ച നിലപാടും പൂർണ്ണ സമർപ്പണവുമുള്ള നേതൃത്വമാണ് ഇന്നിൻ്റെ ആവശ്യം. ഇനിയും അദ്ദേഹത്തെ മുറിപ്പെടുത്താൻ ഇവിടുത്തെ ജനങ്ങൾ അനുവദിക്കില്ല എന്ന വിശ്വാസമുണ്ട്. ജനാധിപത്യത്തിൽ പരിപൂർണ വിശ്വാസമുണ്ട്. അദ്ദേഹം എന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ മുഖ്യമന്ത്രിയായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട, അറിയാൻ ജനങ്ങൾക്ക് അറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഈ VD നിങ്ങൾ സത്യം പറഞ്ഞ് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് കൊടുത്ത ആർക്കാണെന്ന് അധികാരം കഴിക്കുന്ന ആളുകൾക്കറിയാം. അതാദ്യം മനസ്സിലാക്കുക. ഒരു നിലപാടും ഇല്ലാത്ത ആളുകളൊക്കെ അവരെയൊക്കെ അഭിപ്രായങ്ങൾ അവരെയൊക്കെ എഴുതി വിടുമ്പം തന്നെ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാനേ ഉള്ളൂ. അദ്ദേഹം നമ്മുടെ ഹൃദയങ്ങളിൽ മുഖ്യമന്ത്രിയായി കഴിഞ്ഞിരിക്കുന്നു. ജനഹൃദയങ്ങളിലെ മുഖ്യമന്ത്രി VDS. എന്താ ആഹ്ലാദ സന്ദേശമാണ് ഇതൊക്കെ എഴുതി വിട്ടേക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറേ നമ്മൾ കണ്ടതാണ്. രാഹുലിൻ്റെ കേസിലും ഒക്കെ കണ്ടതാണ്. ബർത്ത്ഡേക്കൊക്കെ വിഷസ് അയക്കുന്നു, അതയക്കുന്നു. അവസാനം കണ്ടില്ലേ, എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള സാധനങ്ങളെ അടുപ്പിക്കാതിരിക്കും, അതേ പറയാനുള്ളൂ VD സതീശനോട്. അപ്പോൾ എന്തായാലും VD സതീശൻ മുഖ്യമന്ത്രി ആവണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പണിയെടുത്തവൻ ആ പണിക്കൂലി മേടിച്ചുകൊണ്ട് പോയാൽ മതി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലും ഉറപ്പായിട്ട് ചാനലിനും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.